ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. നമ്മൾ സംഖ്യകൾ നമ്പേഴ്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു മെത്തേഡിലുള്ള ചെയ്തിരുന്നു. അതായത് 18, 19 ക്വസ്റ്റ്യനിൽ ഉള്ള ചോദ്യപേപ്പർ എടുത്ത് ചെയ്തു. ഇത് 19, 20 വന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പം നമുക്ക് എല്ലാ രീതിയും പരിചയപ്പെടണം. ഏത് രീതിയിലാണ് പരീക്ഷ വരിക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എങ്ങനെ ചോദിച്ചാലും നഷ്ടപ്പെടില്ല, ഫുള്ള് മാർക്ക് വാങ്ങാം. അപ്പം നമുക്ക് താമസിക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയില്ലല്ലോ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരികയെന്ന്. പല പാറ്റേണുകളും നമ്മൾ പരിചയപ്പെടണം. ഇത് 19, 20 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സംഖ്യകൾ നമ്പേഴ്സ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും നമ്മളത് ആൻസർ ചെയ്യാൻ പഠിക്കണം. അതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇവിടെ ഒരു സമചതുരാകൃതിയിൽ കോളങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതിൽ പറയാണ്, കബീർ പ്രസന്റഡ് എ ചാർട്ട് കണ്ടെയ്നിങ് കൗണ്ടിങ് നമ്പേഴ്സ് ഫ്രം 1 to 25 in the maths club. Based on the chart, he asked the following questions. Find their answers. അതായത് ഈ സമചതുരാകൃതിയിലുള്ള ഈ കോളങ്ങളിലെ സംഖ്യകൾ തമ്മിൽ നോക്കി നോക്കൂ. 1 മുതൽ 25 വരെ തുടർച്ചയായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയായ 1 എത്ര ഘടകങ്ങളുണ്ട്? 1 is the smallest counting number. How many factors does 1 have? നമുക്ക് ഇവിടേക്ക് എഴുതാം. ഞാനിത് കുറച്ച് വലുതായിട്ട് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിൽ എ എന്ന ക്വസ്റ്റ്യൻ, 1 എത്ര ഘടകങ്ങളുണ്ട്? നിങ്ങൾക്കറിയാലോ 1 എത്ര ഘടകങ്ങളുണ്ട്? 1 ഒരു ഘടകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമുക്കതിൻ്റെ ആൻസർ എഴുതാം 1. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ചാർട്ടിൽ കാണുന്ന സംഖ്യകളിൽ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾ ഏതൊക്കെ? അതായത് ഈ ചാർട്ടിൽ കുറച്ച് സംഖ്യകളുണ്ട്. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾ ഇതിൽ നിന്ന് എടുത്ത് എഴുതണം. ഫൈൻഡ് ദ നമ്പേഴ്സ് ഹാവിങ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഫ്രം ദ ടേബിൾ. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് എഴുതേണ്ടി വരും. നമുക്കിത് നോക്കാം. ബി, ഈ ചാർട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളതാണ്. എവിടെ നമുക്കൊരു കാര്യം അറിയണം, പ്രൈം ഫാക്ടേഴ്സ്, അഭാജ്യ സംഖ്യകൾക്ക് 2 ഘടകം മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ അഭാജ്യ സംഖ്യകൾ അല്ലാത്ത എല്ലാ സംഖ്യകളും എന്താണ്? 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യ. നിങ്ങൾ ടേബിൾ ഒന്ന് നോക്കൂ. 4, പിന്നെയോ 6, 8, 9, 10, 12, 14, 15, 16, 18, 20, 21, 22, 24, 25. നോക്കൂ, ഈ സംഖ്യകളല്ലേ ഉള്ളത്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി അറിയാം. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, വിച്ച് ആർ ദ പ്രൈം നമ്പേഴ്സ് ഈസ് ദ ടേബിൾ. ഈ ടേബിളിലുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെ? എളുപ്പമല്ലേ? ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അപ്പം നമുക്ക് എഴുതാൻ എളുപ്പമായി. സി അല്ലേ? സി ഏതൊക്കെയാണ് വരിക? 2 വരും അല്ലേ? പിന്നെയോ 3, 5, 7, 11, 13, 17, പിന്നെ വരുന്നത് 19, 23. അപ്പം ഇതിലേതെങ്കിലും 4 ശരിയായാൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. പിന്നെ ഇതും അതേപോലെ 4 കൂടുതൽ ശരിയായാൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. അപ്പം ഇത് എളുപ്പമുള്ള ഒരു ടേബിളാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നറിയണം. എന്താണ് അറിയേണ്ടത്? അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ, അഭാജ്യ സംഖ്യകൾ അല്ലാത്തത് ഏതൊക്കെ, 2 ഘടകങ്ങളുള്ള സംഖ്യകൾ, 2ൽ കൂടുതലുള്ള സംഖ്യകൾ. ഇതറിഞ്ഞാൽ നിങ്ങൾക്കിത് എളുപ്പമാണ്. ഇനി തീർന്നില്ല, ഇതിൽ മറ്റൊരു ചോദ്യം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡി, all even numbers have more than 2 factors. Is this statement correct? Justify. അതായത്
എല്ലാ ഇരട്ട സംഖ്യകൾക്കും 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാകും എന്ന പ്രസ്താവന ശരിയാണോ? ശരിയാണോ? ശരിയല്ല. നമുക്ക് ഉറപ്പായിട്ട് അറിയാം. എന്താണത്? ഡി എന്ന് എഴുതാം ഇവിടെ. അപ്പോൾ നമുക്കറിയാം എല്ലാ ഇരട്ട സംഖ്യകൾക്കും 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? 2 ഈസ് എ പ്രൈം നമ്പർ. 2 ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പൊ 2 ഇരട്ട സംഖ്യയാണ്. പക്ഷെ 2ന് എത്ര ഘടകങ്ങളേ ഉള്ളൂ? 2 ഫാക്ടേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രസ്താവന ശരിയല്ല. 2 ഈസ് എ പ്രൈം നമ്പർ, ഓൺലി 2 ഫാക്ടേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ ഇതേപോലെ സംഖ്യകളിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം പട്ടിക കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ ടേബിൾ. ഇതുപോലെ ഒരു ടേബിൾ തരും. ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. USSന് ഇതിൽ നിന്ന് ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ട് നമ്പർ 12 ആണ്. 12ന്റെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്, അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതിയതാണ് 2 × 2 × 3. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെത്തേഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ ആകെ എണ്ണം കണ്ടെത്താനുള്ള മാർഗം. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ ആകെ എണ്ണം. ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ 12, 2 × 2 × 3 തന്നിട്ടുണ്ട്. അത് ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 + 1 × 1 + 1 6. അത് നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഇവിടെയുണ്ട്. അടുത്തതിൽ ഇവിടെ ഒരു സംഖ്യ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്, അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതിയത് ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ച് ഈ സംഖ്യ എഴുതണം. ഏതായിരിക്കും ആ സംഖ്യ? നമുക്കൊന്ന് നോക്കാം. 3 × 5 × 5 × 5. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഗുണിച്ചു നോക്കി അറിയാം. 5 × 5 25, 25 5 125 × 3. ഇവിടെ നമുക്ക് നോക്കി അറിയാം 3 100 300 ആണല്ലോ. 25 3 75. അപ്പൊ എത്ര വരും? 375 ആണ് വരുന്നത്. അപ്പോൾ ഈ കോളത്തില് പൂർത്തീകരിക്കേണ്ടത് എന്താണ്? 375. ഇനി ഇതിന്റെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ എത്ര 3 ഉണ്ട്? ഒരു 3. അതുകൊണ്ട് 1നോട് 1 കൂട്ടുക, ഗുണിക്കണം. ഇവിടെ എത്ര 5 ഉണ്ട്? 3 5 ഉണ്ട്. അപ്പൊ 3 + 1. അപ്പൊ നോക്കൂ, 1 1 കൂടെ കൂട്ടുക, 2 × 3 1 കൂടെ കൂട്ടിയാൽ 4. 4 2 8 ഘടകങ്ങളാണ് അവിടെ ഉണ്ടാവുക. കൂട്ടുകാർ നോക്കി അറിയാം എത്ര ഘടകങ്ങൾ ഉണ്ടാവും? 8 ഘടകങ്ങൾ. ഇനി അടുത്തത്, അപ്പൊ ഇവിടെ നമ്മൾ പൂർത്തീകരിക്കണം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്നുള്ളിടത്ത് 8 എഴുതാം. അടുത്തത് തന്നിരിക്കുന്നത് ഇവിടെ 108 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൈം നമ്പേഴ്സ്, അതായത് അഭാജ്യ ഘടകങ്ങൾ, പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്, അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലം എഴുതിയത് നമുക്ക് കണ്ടെത്തണം. അതിവിടെ തന്നിട്ടില്ല. ഇവിടെ നോക്കൂ, അത് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇതിന്റെ കണ്ടെത്താനുള്ള മാർഗം ഇവിടെ തന്നിട്ടുണ്ട്. ഏതോ ഒരു ഘടകം 2 പ്രാവശ്യമുണ്ട്, അതിനോട് 1 കൂട്ടിയത്. വേറൊരു ഘടകം 3 പ്രാവശ്യമുണ്ട്, അതിനോട് 1 കൂട്ടിയത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫാക്ടേഴ്സ് കിട്ടും? 12 ഫാക്ടേഴ്സ് കിട്ടും. അതിവിടെ ഉണ്ട്. അപ്പൊ നമുക്കിത് കണ്ടെത്തണമെങ്കിൽ 108നെ എന്ത് ചെയ്യണം? അഭാജ്യ ഘടകങ്ങളാക്കണം. അപ്പൊ നോക്കൂ, 2 കൊണ്ട് ചെയ്യാം. 2 എത്ര പ്രാവശ്യം പോവാ? 54. ഇനിയോ? ഇനി 2 കൊണ്ട് എത്രയാണ്? 27. ഇനി 2 കൊണ്ട് പറ്റുമോ? ഇല്ലേ, ഇവിടെ ഒറ്റ സംഖ്യ വന്നു. അപ്പൊ 3 3 9 27. ഇനിയും 3. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3. ഇപ്പൊ ശരിയല്ലേ? ഇവിടെ 2 പ്രാവശ്യം, 2 കൂട്ടണം 1, 3 പ്രാവശ്യമുണ്ട്. 3 പ്രാവശ്യമുണ്ട്, 3 കൂട്ടണം 1. ഓക്കെ ആയല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് 216 ആണ്. 216ന്റെ ഇവിടെ തന്നിരിക്കുന്നത് 2 × 2 × 2 × 3 × 3 × 3 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യണം? 2 ഇവിടെ 3 പ്രാവശ്യമുണ്ട് അല്ലേ? ഇവിടെ എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. അപ്പൊ 3 കൂട്ടണം 1.
ഗുണിക്കണം. 3 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. അപ്പം ഇവിടെയും 3 കൂട്ടണം 1. അപ്പം ഇവിടെ നോക്കുക, 3 1 4. 4 ഇൻറ്റു 4 എത്രയാണ്? 16 ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? സംഖ്യകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 4 പ്രവർത്തനങ്ങളോളം ടീച്ചർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയുണ്ട്. ടീച്ചർ പരീക്ഷയ്ക്ക് മുമ്പ് ഇനിയും വീഡിയോ ഇടും. ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.